ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പുഴമീൻ ഫ്രൈ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പച്ചക്കുരുമുളക് വിറകടുപ്പിൽ ചുട്ടെടുത്തതിന് ശേഷം അത് അരച്ച് പരട്ടിയിട്ടാണ് ഞാൻ ഈ ഫ്രൈ തയ്യാറാക്കുന്നത്. മാത്രമല്ല ഇത് ഞാൻ വാഴയിലയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് പുഴമീൻ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം അതിലേക്ക് കുറച്ച് കല്ലുപ്പ് ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ട് തിരുമ്മി കൊടുക്കാം. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ മീനിനുള്ള ഉളുമ്പൊക്കെ പോയി കിട്ടും. ഇനി നമുക്കിത് 5-6 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കാം. ഇനി നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കുരുമുളക് പറിച്ചെടുക്കാം. ഇനി നമുക്കിത് വിറകടുപ്പിലുള്ള കനലിൽ ചുട്ടെടുക്കാം. എന്നിട്ട് അത് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം. ഇതുപോലെയാണ് ഞാൻ ചുട്ടെടുത്തിരിക്കുന്നത്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ വിറകടുപ്പില്ലെങ്കിൽ ഗ്യാസ് അടുപ്പിൽ വേണമെങ്കിലും ഇതുപോലെ ചുട്ടെടുക്കാം. പിന്നെ അതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് എരിവ് പോരാൻ തോന്നുകയാണെങ്കിൽ അതിലേക്ക് വേറെ കുറച്ച് കുരുമുളക് പൊടിയും മുളക് പൊടിയും ഒക്കെ ആഡ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇതെല്ലാം കൂടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. എന്നിട്ട് ആ മസാല മീനിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. നമുക്കിതുപോലെ വലിയൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു വാഴയില വയ്ക്കാം. എന്നിട്ട് ആ വാഴയിലേക്കും കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് മീൻ നിരത്തി വെച്ച് കൊടുക്കാം. മീനെല്ലാം ഇതുപോലെ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഒരു വാഴയിലൂടെ വയ്ക്കാം. എന്നിട്ട് ഒരടപ്പ് വെച്ചിട്ട് അത് മൂടി വെച്ചിട്ട് നന്നായിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡിൽ നിന്ന് കുക്കായിട്ട് വരുമ്പോൾ നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. ഇനി നമുക്ക് മീനെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. വീണ്ടും വാഴയില കൊണ്ട് മൂടി വെച്ചിട്ട് ഫിഷ് കുക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ 2-3 പ്രാവശ്യം തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ മീൻ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചുട്ട കുരുമുളക് അരച്ച പുഴമീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ സൈഡിലുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. എന്നാലും ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.